നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാജ്യം മുഴുവൻ നവരാത്രി കാലത്തിൻ്റെ ആഘോഷ നിറവിലാണ്. തിന്മയുടെ മേൽ നന്മയുടെ വെളിച്ചം, അജ്ഞതയാകുന്ന അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ പ്രകാശത്തിലേക്ക് ഒരു സഞ്ചാരം, വളരെ അർത്ഥവത്തായ സന്ദേശങ്ങളുടെ, അതിമനോഹരമായ വിശ്വാസങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നവരാത്രി കാലം എന്ന് പറയുന്നത്. ഒപ്പം ദേവീഭാവവും മാതൃഭക്തിയും നിറയുന്ന കാഴ്ചകളാണ് രാജ്യമെങ്ങും. രാജ്യം മുഴുവൻ വൈവിധ്യമാർന്ന രീതിയിലാണ് ഈ നവരാത്രി കാലം ആഘോഷിക്കുന്നത്. ആ കാലം ഒരു കലകളുടെ ഒരു വസന്തകാലം കൂടിയാണ്. നമുക്ക് നവരാത്രി കാല കാഴ്ചകൾ കണ്ടുവരാം. ഭാരതത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിൻ്റെ ചാരുത പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഉത്സവകാലമാണ് നവരാത്രി കാലം. രാജ്യം മുഴുവനുള്ള ഹിന്ദു സമൂഹത്തിൻ്റെ വൈവിധ്യങ്ങളെ അടയാളപ്പെടുത്തി ഒന്നാക്കുന്ന ഉത്സവദിനങ്ങൾ. കൊച്ചി മട്ടാഞ്ചേരിയിൽ അങ്ങനെയുള്ള 18 ഹൈന്ദവ സമൂഹങ്ങളുടെ സമ്മേളനം കാണാം. വ്യത്യസ്തമാർന്ന ആഘോഷ ചടങ്ങുകളിൽ സംഗീതവും നൃത്തവും പാരമ്പര്യ തനിമയും ഇഴചേർന്ന് നിൽക്കുന്നു. നവരാത്രി എന്ന് പറഞ്ഞാൽ മാ ദുർഗയുടെ പൂജ, എല്ലാ ദിവസവും പ്രസാദം ഉണ്ടാവും. മാതാടെ ഒരു ദിവസം 9 days പരിപാടിയാണ്. മെയിൻ ഉപവാസം ഉണ്ടാവും. അങ്ങനെയാണ് 9 days പരിപാടി. 9ാം ദിവസം കന്യാപൂജ ഉണ്ടാവും. ചെറിയ ചെറിയ കുട്ടികളുടെ പൂജ ഉണ്ടാവും. നമ്മൾ മലയാളികൾക്ക് മഹാനവമിയും വിജയദശമിയും ചേർന്ന നവരാത്രികാലം പുസ്തകപൂജയും ആയുധപൂജയും താളിയോല ഗ്രന്ഥപൂജയും തുടർന്ന് സരസ്വതി ആരാധനയോടെ വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഹരി ശ്രീ ഗണ പതയേ നമ. കേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് സരസ്വതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസങ്ങൾക്ക് വലിയ പ്രത്യേകതയുണ്ട്. പാഠപുസ്തകങ്ങളും പിന്നെ താളിയോലകൾ, വിശിഷ്ട ഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഇതേപോലെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളും ഒക്കെ നമ്മൾ ഒരു രഥത്തിൽ എഴുന്നള്ളിച്ച് ഇവിടെ ഭഗവതിയുടെ നടയിൽ കൊണ്ടുവന്ന് പൂജയ്ക്ക് വെക്കുക എന്നുള്ള വിശിഷ്ട ചടങ്ങ് 29-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി 6:30 കൂടിയിട്ട് പൂജവെപ്പും പുഷ്പാഭിഷേകവും മേളവും പഞ്ചവാദ്യവും എല്ലാം അങ്ങനെ ആഘോഷപൂർവ്വം നമ്മളെല്ലാം പൂജ വെക്കുകയാണ്. പിന്നെ 2 ദിവസം നമ്മൾ ദേവിയുടെ തീവ്രമായിട്ടുള്ള വ്രതത്തിലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ക്ഷേത്രം. ഹരിഹരശുരവൃന്ദം പോലും ഇന്നംബികേ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ വരമരുളുക വേണം വാണിമാതേ നമുക്കും പരിചിനൊടു പനച്ചിക്കാട്ടമർന്നിടുമമ്മി. ഇത് ഉള്ളൂരിൻ്റെ കവിതയാണ്. ഹരിയും ഹരനും ഉൾപ്പെട്ട ഈശ്വരന്മാർ മുഴുവൻ, ശിവനും മഹാവിഷ്ണു ഉൾപ്പെട്ട ഈശ്വരന്മാർ മുഴുവൻ, ഹരിഹര ശുരവൃന്ദം, ആ വൃന്ദങ്ങൾ മുഴുവൻ ഹരിഹര ശുരവൃന്ദം പോലും നിൻ്റെ ഒരു പെരിയ ഒരു കനിവ്. അങ്ങനെ സരസ്വതി ദേവിയുടെ കനിവില്ലെങ്കിൽ, സരസ്വതി ദേവിയുടെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ മൂകരത്രേ. വിശ്വാസമനുസരിച്ച് സരസ്വതി ദേവിയുടെ സാന്നിധ്യം പ്രകൃതിയുടെ മടിത്തട്ടിൽ അനുഭവപ്പെടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പനച്ചിക്കാട്. ദുർഗാഷ്ടമിയും മഹാനവമിയും ഒഴിച്ച് വർഷം മുഴുവൻ എല്ലാ ദിവസവും വിശ്വാസികളുടെ ആദ്യാക്ഷരം കുറിക്കാനെത്തുന്നു. സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്.
ഈ ജ്ഞാനം, കാരണം നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ജ്ഞാനം മറിഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മുടെ പഠനത്തിലൂടെയും അല്ലെ കലകളാണെങ്കിൽ അതിൻ്റെ സാധനയിലൂടെയുമാണ് നമ്മൾ ഈ സരസ്വതി ദേവിയെ കാണുക. കാരണം നമ്മൾ ഓരോന്നും പഠിക്കുമ്പം ദേവി തെളിഞ്ഞ് തെളിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വരും. ആ അർത്ഥത്തിലും പനച്ചിക്കാട് സരസ്വതി ദേവി ഇവിടെ ആ ജ്ഞാനം മറിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. വിഷ്ണുവിനും സരസ്വതിക്കും തുല്യ പ്രാധാന്യമുള്ള ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠകളിലൊന്ന് മഹാവിഷ്ണുവിൻ്റേതാണ്. ആദ്യ ദർശനം നടത്തേണ്ടത് മഹാവിഷ്ണു സന്നിധിയിലാണ്. ഇവിടെ നിന്ന് താഴോട്ട് പടികൾ ഇറങ്ങിച്ചെന്നാൽ സരസ്വതി സന്നിധിയിലെത്താം. ഇവിടെ ശ്രീകോവിലോ സോപാനമോ ഒന്നുമില്ലാതെ കുളക്കരയിലാണ് സരസ്വതീ ദേവി കുടികൊള്ളുന്നത്. പ്രകൃതി ഒരുക്കിയ വള്ളിപ്പടർപ്പിനകത്ത് വറ്റാത്ത തെളിനീരുറയുടെ സമീപത്താണ് സരസ്വതീ ദേവിയുടെ മൂലവിഗ്രഹം കുടികൊള്ളുന്നത്. ഈ വിഗ്രഹത്തിന് എതിരെ സ്ഥാപിച്ച പ്രതിവിഗ്രഹത്തിലാണ് പൂജയും മറ്റു കർമ്മങ്ങളും നടത്തുന്നത്. എന്ന് വെച്ചാൽ ആ ചൈതന്യം പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടി, ആ കണ്ണാടിയിൽ നിന്ന് പ്രതിഫലിക്കുന്ന ചൈതന്യത്തെ മതി. അങ്ങനെ ഒരു പ്രതിബിംബം ഉണ്ടാക്കി വെച്ച് പൂജിക്കുക. ഒരു കണ്ണാടി അങ്ങനെ പൂജിച്ച ബിംബമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ആ പൂജ കഴിക്കുന്ന ബിംബം. മൂലബിംബം അവിടെ ആ വള്ളിക്കാട് കൊണ്ട് മറിഞ്ഞുപോയി. കൊല്ലൂർ മൂകാംബികാദേവി തന്നെയാണ് പനച്ചിക്കാട് കുടികൊള്ളുന്നതെന്ന് ഐതിഹ്യമാലയിൽ പനച്ചിക്കാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ പറയുന്നു. കിഴുപ്പുറം, കരുനാട്, കൈമുക്ക് ഇങ്ങനെ 3 പുരോഹിത ഇല്ലങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, ബ്രാഹ്മണ ഇല്ലങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ കിഴുപ്പുറത്ത് നമ്പൂതിരിക്ക് 50 വയസ്സൊക്കെ അദ്ദേഹം കുട്ടികളില്ലാണ്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ചെറുപ്രായത്തിൽ തന്നെ ഭയങ്കര വിഷമായി. 50 വയസ്സിലായപ്പോൾ അദ്ദേഹത്തിന് നല്ലോണം മനസ്താപമായി. ഒരു തീവ്ര തപസ്, എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയതുകൊണ്ട് അദ്ദേഹത്തിന് ദേവിയല്ലാതെ വേറെ സ്മരിക്കാനൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു തീവ്ര തപസ്സായി. അങ്ങനെ ആ ദേവീ ചൈതന്യം അദ്ദേഹം വളരെ മനസ്സോടുകൂടി സരസ്വതി ദേവിയുടെ, കൊല്ലൂർ മൂകാംബിയിലെ സരസ്വതി ദേവിയുടെ ചൈതന്യം ആ ഒരു ഭാഗം അവിടെ പനച്ചിക്കാട് അല്ലെങ്കിൽ ഈ വനദുർഗയുടെ ബിംബത്തിലാണ് പ്രതിഷ്ഠിച്ചത്. കേരളത്തിൽ തമിഴ് വേരുകൾ സൂക്ഷിക്കുന്നവർ ത്രിശക്തി ദേവതകളെ ഉപാസിച്ച് ജീവജാലങ്ങളെ പ്രതീകമാക്കിയുള്ള ബൊമ്മക്കൊലി ഒരുക്കിയാണ് നവരാത്രി കാലം ആഘോഷിക്കുന്നത്. നമ്മൾ നവരാത്രി ശരിക്കും ചിങ്ങമാസത്തിലെ ഓണം, അത്തം തൊട്ട് തിരുവോണം പോലെ തന്നെ കന്നിമാസത്തിലെ ഓണം എന്നും പറയും ഇതിനെ. ഇത് ആദ്യത്തെ 3 ദിവസം ദുർഗ, അത് കഴിഞ്ഞ് ലക്ഷ്മി, അത് കഴിഞ്ഞ് സരസ്വതി, അങ്ങനെയാണ് ആ നവരാത്രി 9 ദിവസം നമ്മൾ ആഘോഷിക്കുന്നത്. ആ 9 ദിവസവും നമ്മളിവിടെ പൂജ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ ഭക്തി, ഗാനസുധ, ഭജന, സംഗീത കച്ചേരി, അതുപോലുള്ള പരിപാടികളുണ്ട്. തമിഴ് ബ്രാഹ്മണ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് ദേവിയും സീതാരാമനും ഹനുമാനും പുരാണ കഥാപാത്രങ്ങളും കൊച്ചു ബൊമ്മകളായി അണിയിച്ചൊരുക്കുന്ന ബൊമ്മക്കൊലി വെക്കുന്നത്. മൂന്ന്, 5, 7, 9 എന്നിങ്ങനെ ഒറ്റ സംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ കളിമൺ പ്രതിമകൾ നിരത്തിയാണ് ബൊമ്മക്കൊലി ഒരുക്കുന്നത്. സംഗീതമൂർത്തികളും ദശാവതാരത്തിലെ വിവിധ രൂപങ്ങളും ആചാര്യന്മാരും ബൊമ്മകളായി ഉണ്ടാകും. ഒറ്റപ്പടിയായിട്ടാണ് വെക്കാറ്. അങ്ങനെ ദൈവത്തിൻ്റെ ഇത് മാത്രമല്ല, മറ്റേ മനുഷ്യർ, മൃഗങ്ങൾ, അങ്ങനെ എല്ലാം വെക്കും. ആദ്യം വെക്കുന്നത് മരം കൊണ്ടുണ്ടാക്കുന്ന ബൊമ്മയാണ്. റെഡ് രക്തചന്ദനം കൊണ്ടുള്ള മരം കൊണ്ട് മരപ്പാച്ചിയാണ് വെക്കണത് ആദ്യം. എന്നിട്ട് കുംഭം വെക്കും. കുംഭത്തിൽ തേങ്ങ വെച്ചിട്ട് അങ്ങനെയാണ് തുടങ്ങുക. അമ്മ വാവിൻ്റെ അന്ന് വൈകുന്നേരം വെക്കും, ഞങ്ങൾ വെച്ച് തുടങ്ങും. അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുക. പിന്നെ ഈ കന്യാപൂജ എന്ന് പറഞ്ഞാൽ 9 ദേവികളാണ്. രാമായണം, ശിവപാർവതി കല്യാണം, സുബ്രഹ്മണ്യൻ, ഏറ്റവും താഴെ കല്യാണകോലങ്ങൾ എന്നിങ്ങനെയാണ് ബൊമ്മക്കൊലി ഒരുക്കുന്നത്. സമൂഹ ബൊമ്മക്കൊലി ഒരുക്കുന്ന ഇടങ്ങളിൽ 9 ദിവസവും പൂജകളും സംഗീതാർച്ചനയും നടക്കും. സുഹാസിനി പൂജ എന്ന് പറഞ്ഞാൽ വരുന്ന ആ കുട്ടികളെ നമ്മൾ ദേവിയായിട്ട് ഉപാസിക്കുകയാണ്. സരസ്വതി ദേവിയായിട്ട് ഉപാസിക്കുക എന്നാണ് സങ്കല്പം. അവരെ സരസ്വതി ദേവിയായിട്ട് ഉപാസിച്ച് അവർക്ക് ആഗ്രഹമുള്ളതൊക്കെ കൊടുത്ത് അവരുടെ പ്രീതി നമ്മൾ സമ്പാദിക്കണം. അതാണ് എല്ലാ വീടുകളിലും തന്നെ ഇത് തന്നെയാണ് അതിൻ്റെ ഐതിഹ്യം. പിന്നെ താഴെ കൃഷിക്കാർ തൊട്ട് മൃഗങ്ങൾ, ഭഗവാൻ, അങ്ങനെ അതിനോരോ ഇതുണ്ട്. തോന്നിയതുപോലെ അങ്ങനെ വെക്കാൻ പാടില്ല. ദശാവതാരം, അഷ്ടലക്ഷ്മി, കൃഷ്ണൻ ഭഗവാൻ, അതുപോലെ പാണ്ഡുരംഗനാണെങ്കിൽ രുക്മിണിയെ വയ്ക്കും, വെങ്കടാചലപതിയുടെ പത്മാവതി തായാരെ വയ്ക്കും. അങ്ങനെ അതിനൊരു രീതിയുണ്ട്. ആഘോഷ വൈവിധ്യതയിലും ചടങ്ങുകളിലും
സംഗീത നൃത്ത പരിപാടികളിലും സ്ത്രീശക്തി കൂട്ടായ്മയുടെ നിറവ് തെളിഞ്ഞു കാണാം. നവരാത്രി കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കുളിച്ച് പ്രാർത്ഥിച്ച് നവരാത്രി ബൊമ്മയെ തൊഴുത് കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ഞങ്ങൾക്ക് ഇതുപോലെ ചെല്ലും. അപ്പോൾ ആ വീടുകളിൽ എല്ലാവരും ഓരോ ദിവസം ഇപ്പോൾ ഓരോ സാരികൾ പറയുന്നുണ്ട്. ഇന്ന് ഗ്രീനാണ്. ഈ നവരാത്രി എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രത്യേകതയാണ്. സ്ത്രീ ശാക്തീകരണമാണ് നവരാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ആയാലും എന്നും പൂജയായിട്ടും എവിടെ പോയാലും പാട്ട് പാടാനും ഒക്കെ നമുക്കൊരു ചാൻസും കൂടിയാണ് ഈ നവരാത്രി സമയം. ഉത്തരേന്ത്യൻ സമൂഹത്തിന് നവരാത്രിക്കാലം നൃത്തങ്ങളുടെയും വർണ്ണങ്ങളുടെയും മധുരങ്ങളുടെയും ഉത്സവകാലമാണ്. ബംഗാളി, ഗുജറാത്തി, മറാഠി സമൂഹങ്ങൾ തനിമ ചോരാതെ ആഘോഷത്തിലേക്ക് ചുവടുകൾ ചേർത്ത് വെക്കുന്നു. ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നും യു പിയിൽ നിന്നും അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് കുടിയേറിയാൽ മഹാരാഷ്ട്രയിൽ നിന്നും. പക്ഷേ ഇന്ന് കൊച്ചി, എറണാകുളത്തേക്ക് ഇവർ വന്നിരിക്കുകയാണ്. വളരെ അഭിമാനാർഹമായി വളരെയധികം നല്ല നിലയിൽ ബിസിനസ് നടത്തുകയാണ്. നവരാത്രി ദിനങ്ങളിൽ കേരളത്തിൽ ആദ്യ 3 ദിനം മഹാകാളിയെയും പിന്നീട് 3 ദിനം മഹാലക്ഷ്മിയെയും അവസാന 3 ദിവസം സരസ്വതി ദേവിയെയുമാണ് സങ്കല്പിച്ച് ആരാധിക്കുന്നത്. ഉത്തരേന്ത്യൻ സമൂഹത്തിൽ ദുർഗാപൂജയുടെ 9 ദിനങ്ങളിൽ ദേവിക്ക് 9 ഭാവങ്ങളാണ്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കുഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിങ്ങനെയാണ് ആ ഭാവങ്ങൾ. കന്യാപൂജ എന്ന് പറഞ്ഞാൽ 9 ദേവികളാണ്. നവരാത്രിക്ക് ഓരോ ദിവസം ഓരോ ദേവികളാണ്. ഇന്ന് സ്കന്ദമാതാവാണ് 5ാമത്തെ ദിവസം. അങ്ങനെ ആ 9 ദേവിമാരായിട്ടാണ് ഈ കുട്ടികളെ ഞങ്ങൾ പൂജിക്കുന്നത്. നവദുർഗകൾക്ക് അവരുടേതായ വിശേഷ ഗുണങ്ങളും ആടയാഭരണങ്ങളുമുണ്ട്. ആ വർണ്ണവും ഭാവങ്ങളും കണക്കിലെടുത്താണ് ഓരോ ദിവസത്തെ ആഘോഷവും നൃത്തവുമെല്ലാം. മഞ്ഞ, പച്ച, ചുവപ്പ്, വെള്ള എന്നിങ്ങനെ 9 ദിവസങ്ങളിലും ഓരോ ദേവീഭാവത്തെയും ഓരോ ആശയങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഓരോ നിറങ്ങളണിഞ്ഞാണ് നൃത്തം. ശ്രീകൃഷ്ണ രാധാപ്രേമവും ശക്തിദേവതകളെ സ്മരിച്ചുള്ള ഈരടികളും ചുവടുകളുമായി ദാണ്ടിയയും ഗർഭയും ചേർന്ന് കലോപാസനകൾ അർച്ചനകളായി സമർപ്പിക്കുന്നു. ആ താളലയത്തിൽ സ്വയം അലിഞ്ഞുചേരുന്ന നവരാത്രിക്കാലം. അപ്പോൾ ഇത് നല്ലൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ഈ മൂർത്തി വരുന്ന ഈ ബംഗാളിന് ഒരാൾ വന്ന് ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. ആൻഡ് ഈ 10 ദിവസം ഫുൾ ടൈം സെലിബ്രേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഭണ്ഡാര ഉണ്ടാവും. ഭണ്ഡാര പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് വന്ന് കഴിക്കാം, പ്രസാദം കഴിക്കാം. കൊങ്കണ ദേശക്കാരുടെ ആഘോഷത്തിൽ ബൊമ്മക്കൊലൊരുക്കി ബന്ധുമിത്രാദികളെ ക്ഷണിച്ചു വരുത്തി നടത്തുന്ന സുമംഗലി പൂജ സാമൂഹിക ബന്ധത്തിന്റെ പ്രതീകമാണ്. ആന്ധ്രാക്കാരുടെ ഭവനങ്ങളിൽ തിരുമല വെങ്കടാചലപതി ആരാധനയുമുണ്ട്. കുമാരി പൂജ, സുമംഗലി പൂജ, വെങ്കടേശ്വര പൂജ ഇങ്ങനെ ഭാരതീയ പാരമ്പര്യത്തെ ചേർത്തിണക്കി ഭക്തിസാന്ദ്രമായ നവരാത്രി ആഘോഷങ്ങൾ. ഓരോ സമൂഹവും അവരുടേതായ പ്രത്യേക ആചാരങ്ങളോടെയാണ് നവരാത്രിയെ എതിരേൽക്കുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം, അജ്ഞത നീങ്ങി അറിവിൻ്റെ വെളിച്ചം. നവരാത്രിക്കാലം ശുഭദിനങ്ങളിലേക്കുള്ള പൂക്കാലം കൂടിയാണ്.